രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനത്ത് മെയ് 10 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി. എംഎൽഎമാരായ പി മമ്മിക്കുട്ടി, എ പ്രഭാകരൻ, കെ ഡി പ്രസേനൻ, കെ ബാബു, കെ പ്രേംകുമാർ, പി സുമോദ്, കളക്ടർ ജി പ്രിയങ്ക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, പ്രിയ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളുടെ 250ഓളം സ്റ്റാളുകൾ മേളയുടെ ഭാഗമായിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മേളയുടെ സമയക്രമം. പ്രവേശനം തികച്ചും സൗജന്യമാണ്. പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നുമുണ്ട്. തൊഴിൽമേള, കുട്ടികൾക്കും കൗമാരക്കാർക്കുമായുള്ള സൗജന്യ കൗൺസിലിംഗ്, പോലീസ് ഡോഗ് ഷോ, കൈമാറ്റ ചന്ത, ഫിഷ് സ്പാ, AI പ്രദർശനവും ക്ലാസുകളും, കുടുംബശ്രീ ഫുഡ് കോർട്ട്, സൗജന്യ കുതിര സവാരി, ആധാർ സേവനങ്ങൾക്കായി അക്ഷയയുടെ പ്രത്യേക സ്റ്റാൾ, പുഷ്പമേള, കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനം, വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ കേന്ദ്രങ്ങൾ, കൈത്തറി, കരകൗശല ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൾ തുടങ്ങിയവയും ഉൾപ്പെട്ടിട്ടുണ്ട്. സന്ദർശകർക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റുമുണ്ട്. രേഖാചിത്രം സൗജന്യമായി വരയ്ക്കാൻ കലാകാരന്മാരും മേളയിലുണ്ട്. മേളയിൽ കുടുംബശ്രീ ഫുഡ് കോർട്ടിൽ പുതുരുചിക്കൂട്ടുകളാണ് ഒരുങ്ങുന്നത്. അട്ടപ്പാടി കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പരിശീലന സ്ഥാപനമായ ഐഫ്രം ടീമിന്റെ റിസർച്ച് വിംഗ് ആണ് അട്ടപ്പാടി സമൂഹത്തിലെ പരമ്പരാഗത രുചിക്കൂട്ട് സോലൈ മിലൻ എന്റെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഭക്ഷണപ്രേമികൾ ഏറ്റുവാങ്ങിയ അട്ടപ്പാടി വനസുന്ദരിക്ക് ശേഷം അട്ടപ്പാടിയിൽ നിന്നും തയ്യാറാകുന്ന വിഭവമാണ് സോലൈ മിലൻ. സോല എന്ന വാക്കിന്റെ അർത്ഥം വനം എന്നാണ്. വനത്തിൽ നിന്ന് ലഭിക്കുന്ന ധാന്യ വിഭവങ്ങളും ചിക്കനും ചേർന്നുള്ള വിഭവമായതിനാലാണ് സോലൈ മിലൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. സോലൈ മിലന് പുറമെ അട്ടപ്പാടി വനസുന്ദരിയും അട്ടപ്പാടി കുടുംബശ്രീ വനിതകൾ എന്റെ കേരളം ഫുഡ് കോർട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിവിധ അറിവുകളും സേവനങ്ങളും നൽകുന്ന 160ലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കായിക വകുപ്പിന്റെ സ്റ്റാളും കുടുംബശ്രീ നേതൃത്വം നൽകുന്ന ഫുഡ് കോർട്ടും മേളയുടെ ആകർഷക ഇടമായി മാറുന്നുണ്ട്. ഈ വേനലവധിക്കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കായിക വകുപ്പിന്റെ സ്റ്റാളിൽ കുട്ടികളെ ആകർഷിക്കുന്ന വിവിധ ഗെയിമുകളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്റ്റാളിൽ റോബോ ഡോഗ് കുട്ടികളെ ആകർഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്.
നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രതിബദ്ധതയോടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നേർക്കാഴ്ചകൾ കൂടിയാണ് മെഗാ വിപണന പ്രദർശനമേളയിൽ കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവരുടെയും നിരാലംബരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിന് പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും പാലക്കാട് ജില്ലയും മുന്നേറുകയാണ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മെഗാ വിപണന പ്രദർശനമേള ഒരുക്കിയിട്ടുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും വിവിധ മിഷനുകളുടെയും സ്റ്റാളുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലുകൾ, വിനോദസഞ്ചാര മേഖലയിലെ സവിശേഷതകൾ, നമ്മുടെ നാടിന്റെ ചരിത്രം, അഭിമാനം, നേട്ടങ്ങൾ, പ്രതീക്ഷ, ഭാവി തുടങ്ങിയവയാണ് മേളയിൽ പ്രതിഫലിപ്പിക്കുന്നത്. എല്ലാ ദിവസവും പ്രധാന വേദിയിൽ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറുന്നുണ്ട്. പ്രദർശന വിപണന മേളയുടെ ഏകോപനം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് നിർവഹിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് കിഫ്ബിയാണ്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ ജനങ്ങളെ ആകർഷിക്കുന്നതിനായി വിപണന സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നുമുണ്ട്. 2500 ചതുരശ്ര അടിയിൽ IPRDയുടെ തീം പവലിയൻ ഒരുക്കിയിട്ടുമുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരുടെ ഫുഡ് കോർട്ടുകൾ ജനങ്ങളെ ഈ പരിപാടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. വൈവിധ്യങ്ങളും വ്യത്യസ്തങ്ങളുമായ രുചിക്കൂട്ടുകളാണ് കുടുംബശ്രീ ഭക്ഷ്യമേളയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ മിഴിവ് കൂട്ടുന്നു. ഹരിത കേരള മിഷന്റെ പ്രവർത്തനം സംബന്ധിച്ച ഇൻസ്റ്റലേഷൻ മേളയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിഫ്ബി, സ്പോർട്സ് എന്നിവയ്ക്ക് പവലിയനിൽ പ്രത്യേക ഇടമുള്ളതും ജനങ്ങളിൽ വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശീതീകരിച്ച 200ഓളം സ്റ്റാളുകളുള്ള മേളയിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമായതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. മെയ് 10-നാണ് മേള സമാപിക്കുന്നത്.